ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടനെതിരെ വേടനെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. ഈ സാഹചര്യത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. നേരത്തെ മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 18 മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, കഴിഞ്ഞ ദിവസം തന്നെ ഈ വേടനെ പിടികൂടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇത് ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ പോലീസിന്റെ നീക്കം? ആ രീതിയിൽ തന്നെയാണ്. കാരണം ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇയാൾക്ക് നേരത്തെ തന്നെ സ്റ്റേജ് ഷോകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് വിദേശത്ത് സ്റ്റേജ് ഷോകൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് നേരത്തെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഈ പുലിപ്പല്ല് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ പാസ്പോർട്ട് അടക്കം അന്ന് സമർപ്പിച്ചിരുന്നു. പിന്നീട് ഇത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി നൽകിയ അപേക്ഷയിൽ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പാസ്പോർട്ട് അദ്ദേഹത്തിന് കൈവശമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസ് വലിയ രീതിയിലുള്ളൊരു അന്വേഷണം നടത്തിയിരുന്നു. ഇയാൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അയൽ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം ഈ അന്വേഷണം വ്യാപിച്ചിരുന്നു. തെരച്ചിൽ സംഘങ്ങൾ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തൊരു സ്ഥിതിയാണ് നിലവിൽ പോലീസിനുള്ളതെന്നതാണ് സത്യം. എങ്ങനെയെങ്കിലും ഈ ഓഗസ്റ്റ് 18 അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ വരുന്നതിന് മുൻപ് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞിരുന്നു. കാരണം ഇത് ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തങ്ങൾ കാത്തിരിക്കുന്നില്ല എന്നതാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പരാതി വന്ന ആദ്യ സമയങ്ങളിൽ പോലീസിനെ വളരെ എളുപ്പത്തിൽ ട്രേസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയായിരുന്നു റാപ്പർ വേടൻ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ആ രീതിയിലേക്ക് പോയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതിയിലേക്ക് അടക്കം ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം ഊർജിതമാക്കുകയും പിന്നീട് ഇയാളെ പോലീസിൻ്റെ പരിധിയിലേക്കൊന്നും കിട്ടാത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ ഇപ്പോഴായിട്ടുണ്ട്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം തുടരുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. സാധാരണഗതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെല്ലാം എത്തുമ്പോൾ പലപ്പോഴും പോലീസ് അതിനൊരു സാവകാശം കൊടുക്കാറുണ്ട്, കോടതി എന്ത് പറയുന്നു എന്ന് കാണുന്നതിന് വേണ്ടി തന്നെ. പക്ഷേ അങ്ങനെയല്ല, തങ്ങൾ വളരെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരിയായ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് പോലീസ് ശ്രമിക്കുന്നു. ഒപ്പം തന്നെ അതിൽ പറയുന്ന ചില സാക്ഷികളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുകയാണ്. നിലവിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഇവരുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പണം വാങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇവരുടെ പരാതിയിലും അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നേരത്തെ പണമായിട്ട് വളരെയധികം പണം താൻ നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു, ഇവരുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ അതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വേടൻ്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തന്നെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, ചിലരുടെ ശ്രമത്തോടു കൂടിയാണ് ഇത്തരമൊരു പരാതി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതെന്നാണ് വേടൻ തൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇതിനെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തോ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, താൻ ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാടാണ് വേടൻ ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്, മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് കടക്കുവാനുള്ള മുഴുവൻ സാധ്യതയും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടോം. തീർച്ചയായും. കാരണം അങ്ങനെ ഡാനി, നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കേസിൻ്റെ ഒരു അന്വേഷണ ഘട്ടത്തിൽ ആദ്യം കരുതിയത് ഒരുപക്ഷെ ഈ കേസ് സെറ്റിൽ ചെയ്യാനുള്ള നീക്കം വേടൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇതിനു മുൻപ് വിജയബാബുവിൻ്റെ കേസ്, അതല്ലെങ്കിൽ ഉണ്ണിമൂന്നിൻ്റെ കേസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇത് കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യുന്നു. അത്തരം നടപടികളിലേക്കാണ് പിന്നീട് പോകേണ്ടി വന്നത്, ഇത്തരം കേസുകളിലൊക്കെ സംഭവിച്ചത്. ഇവിടെ വേടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഈ ഇരയെ, യുവതിയെ സ്വാധീനിക്കാനുള്ള അല്ലെങ്കിൽ യുവതിയുമായി ബന്ധപ്പെടാനുള്ള കേസ് സെറ്റിൽ ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ടോം, ഇതുവരെയും ആ രീതിയിലുള്ള ഒരു അനുരഞ്ജന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കുവാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നതായുള്ളൊരു വിവരങ്ങളിലേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണിത്. ഈ പരാതിയുടെ ഒരു സ്വഭാവം തന്നെയും അങ്ങനെ ഒരു അനുരഞ്ജനത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോകാൻ പറ്റാവുന്ന രീതിയിലുള്ളതുമല്ല. അത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അതിൽ പെട്ടെന്നൊരു പിൻവാങ്ങൽ, ഒരു വിടുതൽ അത് അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യവുമല്ല.
വലിയ രീതിയിൽ വിമർശനങ്ങളടക്കം കേൾക്കേണ്ടി വരും. കാരണം കോടതിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാടും കാര്യങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇത്തരം കേസുകൾ ഒരു വിലപേശലാണ് എന്നതടക്കമുള്ള കാര്യം അങ്ങനെ ചില പരാമർശങ്ങൾ പലപ്പോഴും ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ 18-ന് മുൻകൂർ ജാമ്യം വരുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സാക്ഷിമൊഴികളടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക, ഇവരുമായി ബന്ധമുണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക, ഇവർ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കുക, ഇവരെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവർ പറയുന്നതിൽ ഈ പണം കൊടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റു രീതിയിലുള്ള ഒരു ചർച്ചകളുടെ ഒരിടത്തിലേക്ക് ഇതുവരെയും അങ്ങനെ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ വേടൻ എന്ന ഹിൻദാസ് മുരളി അയാൾ ഒളിവിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക്